നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും CPM-ൽ തൽക്കാലം അടങ്ങി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ പാർട്ടി സംവിധാനം അടിമുടി അഴിച്ചു പണിയുന്നതിനെക്കുറിച്ചും നേതൃത്വത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പ്രദായിക രീതിയിലുള്ള ഈ ചർച്ചകൾ കൊണ്ട്, അതിന്മേലുണ്ടാക്കുന്ന റിപ്പോർട്ട് കൊണ്ട്, അത് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് വഴി യാതൊരു പ്രയോജനവും പാർട്ടിക്കുണ്ടാവില്ല എന്ന് നേതൃത്വത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്? പാർട്ടി എന്തുകൊണ്ട് തോറ്റു, അതിൻ്റെ ഉത്തരവാദികളാരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കാരണങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ മറയത്ത് നിർത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അത് അംഗീകരിക്കുന്നു, അത് താഴെ കമ്മിറ്റികളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ശരിയെന്ന് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് പ്രയോജനമില്ല. പാർട്ടിയിൽ കാതലായ മാറ്റങ്ങൾ വരണം. ഇതിന് ഉത്തരവാദികളായവർ ആരാണോ അവർ മാറി നിൽക്കണം, പകരം നേതൃത്വം വരണം. ആ ഒരു ചിന്ത ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ട് വളർന്നു വരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി ചർച്ചകളുടെ കാതൽ എന്ന് പറയുന്നത് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷ്ക്കും ശേഷം ആരായിരിക്കണം ഈ പാർട്ടിയെ നയിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഔപചാരികമോ ഔദ്യോഗികമായ ചർച്ചകളല്ല. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന ആശയവിനിമയം ആ വഴിക്കുള്ളതാണ്. പുതിയൊരു പാർട്ടി നേതൃത്വം ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. പഴയ നേതൃത്വത്തെ കൊണ്ട് ഇനി ഈ പാർട്ടിയെ പുനരുദ്ധരിക്കാൻ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പുതിയ നേതൃത്വം വരണം. ആരാണ് ഇനി പാർട്ടിയെ നയിക്കേണ്ടത്? ആ ചർച്ച ഇപ്പോൾ ക്രമേണ CPM-നുള്ളിൽ ശക്തമായി വരികയാണ്. ഇപ്പോൾ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അത് പിണറായി വിജയനാണ്. അദ്ദേഹം മാറണമെന്ന് ജില്ലാ കമ്മിറ്റികൾ മുതൽ താഴോട്ട് അതിശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അതിന് പകരം MABയുടെയും മറ്റും സഹായത്തോടുകൂടി PB-യിൽ ഒരു വോട്ടെടുപ്പ് നടത്തി 2 or 3 വോട്ടിൻ്റെ ബലത്തിൽ ആ സ്ഥാനത്തേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ഒഴിയാൻ തയ്യാറല്ല. അദ്ദേഹം ആ സ്ഥാനത്ത് ഉറച്ചിരിക്കുകയാണ്. എന്തായാലും ആരോഗ്യപരമായ കാരണങ്ങളാൽ പിണറായി വിജയൻ 1 വർഷത്തിനകം അല്ലെങ്കിൽ പരമാവധി 2 വർഷത്തിനുള്ളിൽ ഈ നേതൃസ്ഥാനത്തു നിന്ന് മാറേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പ്രായമായി, ആരോഗ്യം അദ്ദേഹത്തിന് അനുകൂലമല്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. അതുമാത്രമല്ല, ഈ പാർട്ടിയെ ഇന്നീ നിലയിൽ എത്തിച്ചതിൻ്റെ കാരണഭൂതർ എന്ന ആ ബഹുമതിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്രതിച്ഛായ, അല്ലെങ്കിൽ പാർട്ടി അണികളിൽ ഉണ്ടായിരുന്ന ആ അംഗീകാരം, അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക. അതുമാത്രമല്ല, ഇപ്പോഴത്തെ പരാജയത്തിൻ്റെ കാരണഭൂതൻ അദ്ദേഹമാണെന്നുള്ള ചിന്ത സാധാരണ ജനങ്ങളിലും കാര്യവിവരമുള്ള അണികളിലും ശക്തമായിട്ടുമുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കുക അങ്ങേയറ്റം ദുഷ്കരമായൊരു കാര്യമാണ്. അദ്ദേഹം ഒഴിയുമ്പോൾ ഒരു പക്ഷേ MV ഗോവിന്ദൻ മാഷ് സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അവകാശം അടിയറ വച്ചിരിക്കുക. CPM പോലൊരു പാർട്ടിയിൽ പാർട്ടിയെ നയിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പാർട്ടി നയിക്കുന്ന ഒരു ഭരണകൂടത്തിന് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ അത് കണ്ടെത്താനും അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുമാണ്. പക്ഷേ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായി മാറുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു സാമന്തനായി പരിണമിക്കുകയാണ് ചെയ്തത്. അല്ലാതെ മുൻകാല സംസ്ഥാന സെക്രട്ടറിമാർ ചെയ്തിരുന്നത് പോലെ പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പായപ്പോഴേക്ക് സ്വന്തം ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച്, മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചതല്ല ആ പേര്, ശ്യാമലയുടെ പേര് മണ്ഡലം കമ്മിറ്റി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് അവതരിപ്പിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി എടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച സ്വാർത്ഥത, അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം, ആ സ്ഥാനത്തിരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അവകാശവും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഒഴിഞ്ഞു പോവുകയല്ലാതെ, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല. അപ്പോഴാണ് ഇനി ആരാണ് ഈ പാർട്ടിയെ നയിക്കുക എന്ന ചോദ്യം ഉയരുന്നത്. EMSൻ്റെ ലോകം എന്ന സെമിനാർ, അതിൻ്റെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പൺ ഫോറം,
അതിലെ ചർച്ചകൾ, അതൊക്കെ ഈ വഴിക്കുള്ള തുടക്കമായിട്ട് പുതിയ ഒരു നേതൃത്വത്തെക്കുറിച്ച്, പുതിയ ഒരു വഴിയെക്കുറിച്ച്, ശൈലിയെക്കുറിച്ചുള്ള ചർച്ചകളുടെ തുടക്കമായിട്ട് വേണം കാണേണ്ടത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ CPMലെ തീരുമാനങ്ങളെടുക്കുന്ന യോഗങ്ങൾ നടക്കുന്നത് അടച്ചിട്ട വാതിലുകളുടെയും ജനാലകളുടെയും ഉള്ളിലാണ്. ഇതങ്ങനെയല്ല. ഈ സെമിനാറിൻ്റെ ഓപ്പൺ ഫോറത്തിലാണ് തുറന്ന ചർച്ചകൾ നടന്നത്, അഭിപ്രായ പ്രകടനങ്ങളുണ്ടായത്. മുൻ മന്ത്രി P രാജീവും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും കൃത്യമായ വിമർശന ബോധത്തോടു കൂടി, അല്ലെങ്കിൽ പാർട്ടി നന്നാവണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെ തുറന്ന് സംസാരിക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയായിരുന്നു രണ്ടുപേരും. അതിൽ P രാജീവ് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യം, കേരളത്തെ നയിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം അത് പിഴച്ചുപോയെന്ന, അതിൽ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരം ജനങ്ങളെ ആ മുദ്രാവാക്യത്തിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ്. അഹന്തയായിരുന്നു ആ മുദ്രാവാക്യത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം, അത് പിഴച്ചുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിഷയം, ആ വിഷയം പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റി. വെള്ളാപ്പള്ളി നടേശൻ CPMുമായിട്ട് ചേർന്ന് നിന്നിരുന്ന ആളാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ഘടകകക്ഷിയായ BDJSന്റെ നേതാവായിരിക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനൊപ്പമായിരുന്നു. അതുമാത്രമല്ല, സംസ്ഥാന തലത്തിലുള്ള നവോത്ഥാന സമിതിയുടെ നേതാവായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം ലീഗിനെതിരെ വളരെ അധിക്ഷേപാർഹമായി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു. സാധാരണഗതിയിൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ എതിർക്കും CPM, അതാണ് പതിവ്. അല്ലെങ്കിൽ അത് നിഷേധിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ അതിനൊന്നും പിണറായി വിജയൻ തയ്യാറായില്ല, CPM തയ്യാറായില്ല. അതിലൊരു ഗൂഢ ഉദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈ വഴിക്ക് കിട്ടുന്ന ഹൈന്ദവ വോട്ടുകൾ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതായിരുന്നു. വെള്ളാപ്പള്ളിയെ തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല, പിണറായി തയ്യാറായില്ല, പാർട്ടി തയ്യാറായില്ല. അതിന് പകരം എന്താണ് ഉണ്ടായത്? പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ 1-ാം നമ്പർ കാറിലാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ആഘോഷമായി ആനയിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ടാക്കി, അവരെ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. അതാണ് P രാജീവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് സ്വർണ്ണക്കവർച്ച. ആ കേസുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ശരിയായില്ല. അവർക്കെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു. സാങ്കേതികമായ തൊടുന്യായങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് പാർട്ടി മാറി നിന്നു. അത് വിശ്വാസികൾക്കിടയിൽ വലിയ സംശയങ്ങളുണ്ടാക്കി. ഇതാണ് അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇത് മൂന്നും പിണറായി വിജയനെ ലക്ഷ്യമാക്കിയുള്ളതാണ് എന്നതാണ്. അതായത് ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം അത് P രാജീവോ ഘടകകക്ഷികളോ അറിഞ്ഞ് ഉണ്ടായ മുദ്രാവാക്യമല്ല. അത് പിണറായി വിജയന് ചുറ്റും നിൽക്കുന്ന ഒരു കൂട്ടം ആജ്ഞാനുവർത്തികൾ, അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകാർ, ഒരു കോക്കസ്, അവർ കൊണ്ടുവന്ന PR ഏജൻസികൾ, അതാരൊക്കെയാണെന്ന് കേരളത്തിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അവരാണിത് കൊണ്ടുവന്നത്. അവരുടേതായിരുന്നു ഈ മുദ്രാവാക്യം. അത് അംഗീകരിച്ചതും അത് നടപ്പാക്കിയതും പിണറായി വിജയനായിരുന്നു. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വിഷയം, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്, അല്ലെങ്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത്, അല്ല അദ്ദേഹത്തെ അംഗീകരിച്ചത്, അല്ലെങ്കിൽ എതിർക്കാതിരുന്നത്, ഇതൊക്കെ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഒപ്പം MV ഗോവിന്ദനും കാലാകാലങ്ങളിലെ പിണറായി വിജയൻ്റെ നിലപാടിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. സ്വർണ്ണക്കവർച്ച കേസ്, അതെന്തുകൊണ്ടാണ് നടപടികൾ ഉണ്ടാകാതിരുന്നത്? അതിലെ പ്രധാനപ്പെട്ട പ്രതിയായ പത്മകുമാർ, CPMൻ്റെ പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രമുഖനായ ഒരു നേതാവ്, അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം പിണറായി വിജയനായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചേർന്നപ്പോൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വെറും സസ്പെൻഷനിൽ, ഒതുക്കത്തിൽ ഒരു സസ്പെൻഷൻ നൽകി അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്ന് പറയും, താൻ ആത്മകഥ എഴുതും, അതിൽ പലതും ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
ശബരിമലയിൽ 2 സ്ത്രീകളെ, യുവതികളെ എത്തിച്ചത് ബിന്ദു അമ്മിണിയും കനകദുർഗയും. അവരെ എത്തിച്ചത് സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു. അത് വിജയകരമായി നടപ്പാക്കുന്നതിന് വേണ്ടി യുവതീ പ്രവേശത്തെ എതിർത്തിരുന്ന ADGP ശ്രീജിത്തിനെയും തന്നെയും, അതായത് പത്മകുമാറിനെയും, വളരെ ബോധപൂർവം സന്നിധാനത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി ആ നിർണായക ദിവസം ആ ഒരു വെളിപ്പെടുത്തൽ വളരെ ഭംഗിയായിട്ട് ബോധപൂർവം പത്മകുമാർ പുറത്തേക്ക് വിട്ടു. വേറെയും ചില വെളിപ്പെടുത്തലുകളുണ്ടായി. അതിൽ ഭയപ്പെട്ട് CPM പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി നിർത്തിവെക്കുകയാണുണ്ടായത്. ഇപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി വേണ്ട സമയത്ത് ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് പാർട്ടിക്ക് സഹായകരമായിരിക്കും എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് രാജീവ് നൽകിയത്. പറഞ്ഞല്ലോ, ഇത് 3ഉം പിണറായി വിജയനെ ഉന്നമാക്കിയുള്ളതാണ്. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഇത്രയുമായിട്ട് പോലും ഒരു നടപടിയെടുക്കുന്നതിന് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഈ സ്വർണ്ണ കവർച്ച കേസിൽ പാർട്ടിക്ക് വന്ന വീഴ്ച ഏറ്റുപറഞ്ഞതാ. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതാ. അവസാനം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശപ്രകാരം അത് വെറും സസ്പെൻഷനാക്കി മാറ്റി. കാരണം പത്മകുമാർ ആത്മകഥ എഴുതും എന്ന ഭീഷണി മുഴക്കിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം പുതിയ കഥകൾ അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തലായിട്ട് അദ്ദേഹം പറയുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച പാർട്ടിയിലെ ഒരു ഉന്നതൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ്. അദ്ദേഹത്തെ അതിൽ കരുവാക്കുകയാണ് ചെയ്തത് എന്നാണ്. ഈ ഒരു ആരോപണം കൂടി അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ ഇനി ഒരിക്കലും പത്മകുമാറിനെതിരായിട്ട് ശക്തമായൊരു നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പാവുകയാണ്. കാരണം ഇതിൻ്റെ വിശദാംശങ്ങൾ, ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്, ഏത് ഉന്നതനായിരുന്നു, ഏത് ദൈവതുല്യനായിരുന്നു എന്നൊക്കെയുള്ളത് പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കമ്പ്യൂട്ടറുകൾ മുഴുവൻ പുതുക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുക്കാൻ തീരുമാനിച്ചുവെന്നും താൻ അതിനെ എതിർത്തുവെന്നും അതുകൊണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരായി എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ രാജീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള 3 കുറ്റങ്ങളാണ്. എന്താണ് MA ബേബി പറഞ്ഞത്? അദ്ദേഹം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട്, പരോക്ഷമായി എന്ന് വേണേൽ പറയാം, പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയായില്ല. അർഹതയുണ്ടെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ആക്ഷേപത്തിനും അതുപോലെ തന്നെ വിവാദത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേതാക്കൾ ഇടപെടണമായിരുന്നു. MV ഗോവിന്ദൻ തന്നെ അത് ചെയ്യരുതായിരുന്നു. അങ്ങനെ ചെയ്ത സാഹചര്യത്തിൽ നേതാക്കൾ ഇടപെട്ട് അത് ഒഴിവാക്കണമായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ളൊരു കുറ്റപ്പെടുത്തലാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് പരോക്ഷം എന്ന് പറയാമെങ്കിലും വളരെ പ്രത്യക്ഷമായി തന്നെ MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ തുടക്കമാണ് കേട്ടോ. ഈ പാർട്ടി നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർ ഇനിയും ഇതിനെ തിരുത്തുന്നതിനുള്ള നടപടികളുമായിട്ട് അല്ലെങ്കിൽ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊന്ന് നേതൃമാറ്റം തന്നെയാണ്. നേതൃമാറ്റത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയത് മാറ്റപ്പെടാൻ സാധ്യതയുള്ളവരാ പിണറായി വിജയനും MV ഗോവിന്ദനും തന്നെയാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ പറഞ്ഞത് എന്നെയും പിണറായി വിജയനെയും മാറ്റാവുന്നത് വെറും വ്യാമോഹമാണെന്ന്. ഞങ്ങളാരും അങ്ങനെ മാറാൻ പോകുന്നില്ലെന്ന്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പോലെ ഒരു കാര്യം കൂടെ ചോദിച്ചു, ഞങ്ങളെ മാറ്റിയാൽ പിന്നെ ആരുണ്ട് ഈ പാർട്ടിയെ നയിക്കാൻ? അദ്ദേഹം ചോദിച്ച ഒരു കാര്യമാണ്. ഇത് പാർട്ടിക്കുള്ളിൽ ശക്തമായ എതിർപ്പുണ്ടായപ്പോഴാണ് താനങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്ന നിഷേധവുമായിട്ട് MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. പാർട്ടിയിലെ തിരുത്തലിന്, അതിനെ അടിമുടി മാറ്റിയെടുക്കുന്നതിന്, നേതൃത്വത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ആ നീക്കങ്ങൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കുക? സ്വാഭാവികമായിട്ടും MA ബേബിക്ക് അതിനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടി ജീർണിച്ച് ഇല്ലാതാകുന്നതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ മേൽ വന്ന് പതിക്കും. ചരിത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയനെതിരായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയന് MV ഗോവിന്ദനെ അടക്കുന്ന ദ്വന്ദ്വത്തിനെതിരായിട്ടൊരു നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടാവുമോ? ഉണ്ടാവേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്.
സ്വന്തം സംസ്ഥാനമാണ്. പാർട്ടി ഇപ്പോഴും അവശേഷിക്കുന്ന സംസ്ഥാനത്തു നിന്നുള്ള നേതാവെന്ന നിലയിലാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത്. തൻ്റെ മേൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് നിർവഹിക്കാനും അദ്ദേഹം തയ്യാറാകുമോ? തയ്യാറായാലേ പാർട്ടിയിലൊരു വലിയ വിഭാഗം അദ്ദേഹത്തോടൊപ്പം നിൽക്കും, യാതൊരു സംശയമില്ല. അതുപോലെ പി രാജീവ് അദ്ദേഹം ചില കാര്യങ്ങൾ ഈ അരീക്കോട് സെമിനാർ ഓപ്പൺ ഫോറത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിനുമുണ്ട് ഈ കാര്യത്തിൽ ചില പങ്കുകൾ. അദ്ദേഹം അത് നിർവഹിക്കാൻ തയ്യാറാകുമോ? രണ്ടാം നിരയിൽ നിൽക്കുന്ന ഒന്നാമനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം ശരിയാണ്, ഈ പാർട്ടിയെ ഇനി നവീകരിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ അല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള നേതാക്കളായിരിക്കും. കാരണം ഇന്ന് ഈ പാർട്ടിയെ ഈ നിലയിലെത്തിച്ച ദൂഷിത വലയത്തിൻ്റെ ഭാഗമായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക നേതാക്കളും. എല്ലാവരും എന്ന് പറയുന്നില്ല, എല്ലാവരും അവരുടേതായ രീതിയിൽ ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലെത്തിക്കുന്നതിൽ പ്രയത്നിച്ചവരാ, അല്ലെങ്കിൽ അവരുടേതായ പങ്ക് വഹിച്ചവരാ. ചെറിയ കാര്യം മുതൽ മുകളിലോട്ട് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ നിന്ന് മുകളിലോട്ട് പാർട്ടിയെ നാശത്തിലേക്ക് നയിച്ച പലതിലും ഇവരൊക്കെ ഉത്തരവാദികളാണ്, പങ്കാളികളാണ്. പാർട്ടിയെ പുതുക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാം ഞങ്ങളാണ്, എല്ലാം കണ്ണൂരാണ്, അല്ലെങ്കിൽ ഈ കണ്ണൂരുകാരുടെ എല്ലാം കൈയടക്കി വെക്കലിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കുക കൂടി ചെയ്യേണ്ടി ഇരിക്കുന്നു. ഇത് രക്ഷാകാലമാണ്, രക്ഷയ്ക്കുള്ള സമയമാണ്. അതിന് ഈ പാർട്ടി തയ്യാറാവുകയാണെങ്കിൽ പാർട്ടിയോട് ക്ഷമിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറാവും.